സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അതായത് കേരളത്തിൽ സംഘികളും കൃസംഘികളും ഇല്ലാത്ത നുണകൾ പടച്ചുണ്ടാക്കി സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കാൻ, ജാതീയമായ സംഘർഷമുണ്ടാക്കാൻ, ജാതീയമായ വേർതിരിവുണ്ടാക്കാൻ, ജാതീയമായ ആക്രമണങ്ങൾ ഉണ്ടാക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇന്ത്യ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഒരു പൊട്ടനാണ്, പിന്നെ അവതാരക ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് പറയാണ്, ആ പൊട്ടൻ, ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാണ്, മതേതര രാജ്യമാണെന്നാണ് പറയുന്നത്. ഉടനെ അവർ ചോദിക്കുകയാണ്, മതേതര രാജ്യമല്ലല്ലോ, ഇപ്പൊ ഹിന്ദു രാജ്യമെന്നല്ലേ പറയുന്നത്? മോഹൻ ഭാഗവത് അങ്ങനെ പറഞ്ഞല്ലോ, ഹിന്ദു രാജ്യമാണെന്ന്. അല്ല, ഇപ്പോ ഇസ്ലാമിക രാജ്യമാണ്. അതിന് ഒരു ഭാസ്കരൻ നായർ അജയ് എന്ന് പറയുന്ന അയാൾ തെളിവാണ്. അതായത് ഈ പൊട്ടൻ കൊടുക്കുന്ന തെളിവാണ്. അതായത് ഗവൺമെന്റിന്റെ ഒരു എന്തെങ്കിലും ഒരു പ്രൂഫാണ്, ഒരു തെളിവാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്ഥിതി വിവരക്കണക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് കണക്കാക്കാം സത്യമാണെന്ന്. ഇത് ഭാസ്കരൻ നായർ അജയ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ വർക്കറാണ്. അത് ഭാസ്കരൻ നായന്മാരിൽ 90% സംഘപരിവാറാണ്. അവർ തീട്ടം തിന്ന്, അതായത് പറഞ്ഞില്ലേ, പശുവിന്റെ തീട്ടം തിന്ന് മൂത്രവും കുടിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ ബുദ്ധി ഉണ്ടാവും. പറയുന്നത് 2 പേര്, ഒരാള് മുസ്ലിം, ഒരാള് ഹിന്ദു. അപ്പോൾ ഹിന്ദു അയാളും മുസ്ലിമും ഒന്നിച്ചാണ് പഠിച്ചത്. അവർ കല്യാണം കഴിച്ച് അവർക്ക് മക്കളൊക്കെ ആയപ്പോഴത്തേക്ക് ഹിന്ദു ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി. അവരുടെ മക്കളിൽ ഒരാൾ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി. എവിടെ പണിക്ക് പോയി? മില്ലിലെങ്ങണ്ട പണിക്ക് പോയി. മുസ്ലിം എന്ത് ചെയ്ത്? ഗൾഫിൽ പോയി വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാക്കി ഒരുപാട് പൈസക്കാരനായി, ലക്ഷപ്രഭുവായി. അപ്പോൾ മുസ്ലിം പഠിക്കുന്ന സ്കൂളിൽ മുസ്ലിമിന് ലെഫ്സം ഗ്രാൻഡ് ഉണ്ടെന്ന്, ഹിന്ദുവിന് അതില്ല. അതുകൊണ്ട് അവൻ ഫീസ് കൊടുത്ത് പഠിക്കണം, നിവർത്തിയില്ല. അതുകൊണ്ടാണ് അവൻ പണിക്ക് പോയത്. എവിടെയാണ് ലെഫ്സം ഗ്രാൻഡ് കിട്ടുന്നത്? മുസ്ലിം പിന്നോക്കക്കാരനായ പാവപ്പെട്ടവൻ, അതായത് വരുമാനമില്ലാത്തവനാണ് ഈ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പോ എന്തെങ്കിലും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫീസിൽ ഇളവ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു മുസ്ലിം, എൻ്റെ ഫാദർ, എൻ്റെ വാപ്പ KSRTC പണി ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഉള്ള ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്കൂളിൽ ഫീസ് കൊടുത്താണ് പഠിച്ചത്, ഞാൻ കോളേജിൽ ഫീസ് കൊടുത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവരെ പോലും വെറും കാര്യം എനിക്കിത് പറയാൻ കഴിയുന്ന ഞാൻ കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗൾഫുകാരൻ്റെ മകന് എങ്ങനെയാണ്, അവൻ വലിയ കോടീശ്വരനാണ്, ലക്ഷപ്രഭുവാണ്, വലിയ വീടും വെച്ച് കഴിയുകയാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുക്കും? എങ്കിൽ നായന്മാർ വില്ലേജ് ഓഫീസർമാരാണല്ലോ അവിടെ കള്ളമായിട്ട് പൈസയും വാങ്ങിച്ചായിരിക്കുമല്ലോ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാമല്ലോ. ജനങ്ങളെല്ലാം കാണല്ലേ, ഉള്ള ലക്ഷപ്രഭു, അയാൾ വലിയ കാറും വലിയ ബംഗ്ലാവുമുള്ള ഒരാളിന്റെ മകൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് അവനെ അകത്താക്കാമല്ലോ. അപ്പോൾ ഒന്നത്. 2, ഹിന്ദുവിന് ശബരിമലയില വേറെ എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഒരു ഇളവുമില്ല. മുസ്ലിമിന് ഹജ്ജിന് പോകണമെങ്കിൽ ഇളവുണ്ട്, ഇത് കൊടുക്കുന്നു. അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന ഇളവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇളവല്ല. ഇളവ് ഹജ്ജിന് പോകുന്നതിന് കൊടുക്കുന്നേ ഇല്ല. കാരണം പുറത്ത്, അതായത് നമ്മൾ ഒരു പ്രൈവറ്റ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഹജ്ജിന് പോകുന്നതെങ്കിൽ അതാണ് ചാർജ് കുറവുള്ളത്. അതേസമയം ഗവൺമെന്റ് കോട്ടയിലാണ് പോകുന്നത്, അതിനാണ് ചാർജ് കൂടുതൽ. അപ്പൊ എവിടെയാണ് അവർക്ക് സൗജന്യം കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്ക്? അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയാണ്? മദ്രസയിൽ പഠിക്കാൻ പോകുന്നു, മതപഠനം പഠിക്കാൻ പോകുന്നു ആ മുസ്ലിമിന്റെ മകൻ. അവന് അവിടെ നിന്ന് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റാണ്. ഏത് മദ്രസയില് മുഅല്ലിയാർക്കാണ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത്? അപ്പോൾ കള്ളം പറയുന്നതിന്, അതായത് 100 പ്രാവശ്യം കള്ളം പറയുമ്പോൾ അത് സത്യമാവെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഏതെങ്കിലും, ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇന്ത്യ ലൈവ് ഒരു ചാനൽ നടത്തുന്നവൻ ഇങ്ങനെ കള്ളം പറയാൻ പാടില്ല.
കാര്യം അതിന്റെ വിശ്വാസ്യത അപ്പോഴേ നഷ്ടപ്പെടുകയാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മദ്രസയിലെ അധ്യാപകന് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുക, ഏതെങ്കിലും ഒരാളിന് ശമ്പളം കൊടുക്കുന്നെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിനക്ക് തെളിയിക്കാമോ? അപ്പോൾ കള്ളം പറയുന്നതിനും ഗീബൽസിന്റെ പിന്നെ കള്ളം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഗീബൽസിനെ പോലും നാണിപ്പിക്കുന്നത്. അങ്ങനെ കള്ളം പറയാൻ പാടില്ല. എന്നിട്ട് ഹിന്ദു മതപഠനത്തിന് പോവുകയാണെങ്കിൽ അവിടെ പൈസ കൊടുക്കണം. അവിടെ അവരാണ് ശമ്പളം കൊടുക്കുന്നത്, ഗവൺമെന്റ് അല്ല. പിന്നെ മുസ്ലിമിന്റെ ഇതൊരു മതേതര രാജ്യമാണോ? അല്ല, ഇത് പിന്നെ മുസ്ലിം രാജ്യമാണ് പറയാണ്. അതിന് ഉദാഹരണം പറയണം. അതായത് ഇന്ത്യ മതേതര രാജ്യമല്ല, ഇന്ത്യ മുസ്ലിം രാജ്യമാണ്. പിന്നെ പറയണം, പിന്നെ ഇയാള് മൊയലിയാറ് ഈ മദ്രസയിലെ അധ്യാപകൻ പെൻഷൻ ആവുമ്പോഴത്തേക്ക്, അതായത് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്ക് പെൻഷൻ കിട്ടും. ഈ പിന്നെ ഹിന്ദു മതപഠനം നടത്തുന്ന സ്കൂളിലെ അധ്യാപകന് പെൻഷൻ കിട്ടൂല. എന്താ പൊട്ടത്തരം പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? അതായത് മുസ്ലിമിന് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് ആ മഹല്ല്, ആ പള്ളിയിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും, ആ പള്ളി അവിടെയുള്ള ആ ഭാഗത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അതിലുള്ള മെമ്പർമാരാണ്. എല്ലാവരും മെമ്പർമാരാണ്. അതിലൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഒരു പ്രസിഡന്റും ഒക്കെ കാണും, ഒരു ഖജാൻജിയൊക്കെ കാണും, ഒരു സെക്രട്ടറിയൊക്കെ കാണും. അപ്പോൾ ഇവര് മാസം ഓരോരുത്തരും ഇത്ര രൂപ, 100 രൂപ വരിസംഖ്യയാണ്. അപ്പോൾ 500 പേരുണ്ടെങ്കിൽ 5000, 50,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടാവും. അതിൽ നിന്നെടുത്താണ് പള്ളിയിലെ പിന്നെ ബാങ്ക് വിളിക്കുന്ന ആളിന്, പള്ളിയിലെ മുസ്ലിയാർക്ക്, ഈ അധ്യാപകർക്ക് എല്ലാം കൊടുക്കുന്നത്. ദൈനംദിന ചെലവുകൾ നടത്തുന്നതെല്ലാം ആ പൈസ എടുത്തിട്ടാണ്. അല്ലാതെ ഗവൺമെന്റ് ഒരു പള്ളിയിലോ ഒരു മദ്രസയിലോ ആർക്കും ശമ്പളം കൊടുക്കുന്നില്ല. ഇത് ഈ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കള്ളം പറയാൻ പാടില്ല. നേരത്തെ ഇങ്ങനെ പറഞ്ഞു, ശശികലയും വിഷകലയും അങ്ങനെ കുറെ, പിന്നെ RSS BJP പറഞ്ഞു, അങ്ങനെ ഒരുപാട് പേര് വെല്ലുവിളിച്ച് ചോദിച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൊണ്ടുപോകാം. അത് തെളിവില്ല. അപ്പൊ പറയുന്നതിനൊരു മര്യാദ വേണം. അതായത് കള്ളം പറഞ്ഞ് കേരളത്തിലെ ആളുകൾ വിദ്യാഭ്യാസമ്പന്നരല്ലേ? ഇപ്പൊ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ഒന്നിച്ചല്ലേ താമസിക്കുന്നത്. അപ്പോൾ ആ പിള്ളേരെടുത്ത് ചോദിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ആ മദ്രസയിൽ അന്വേഷിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ അതിന് വിവരാവകാശത്തിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ മതേതര ഇന്ത്യ അല്ല, മുസ്ലിം രാജ്യമാണ്. ശരിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, മതേതര ഇന്ത്യ അല്ല, മുസ്ലിം രാജ്യമാണ്. ഈ മുസ്ലിം രാജ്യത്ത് കേന്ദ്രത്തിൽ എത്ര മന്ത്രിമാരുണ്ട്? എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? ഇന്ത്യ മതേതര രാജ്യമാണ്? അല്ല, ഇന്ത്യ ഹിന്ദു രാജ്യമാണ്. ഒരു മുസ്ലിം ഉണ്ടാ മന്ത്രി? 28% അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 25% മുസ്ലിംസ് ഉണ്ട്. 25 കോടി ജനങ്ങളുള്ള മുസ്ലിംസ് ഉള്ള ഈ രാജ്യത്ത് ഒരു മുസ്ലിം മന്ത്രി ഉണ്ടോ? അപ്പൊ അതിന് കള്ളം പറയാത്തത്? അതെന്ന് പറയാത്തത്? അപ്പൊ സംവരണമുണ്ട്, ന്യൂനപക്ഷങ്ങൾ. പിന്നെ വേറെന്ന് പറഞ്ഞു, ഇസ്ലാം മതത്തിലെ ആളുകൾ പിന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ സംവരണമൊന്നും ഇല്ല. അതായത് ഒരു പാവപ്പെട്ട ദളിതനോ പിന്നെ ഗരിവർഗക്കാരനോ ഏതെങ്കിലും പിന്നെ പിന്നോക്കക്കാരനോ ഈ ഇസ്ലാം സമുദായത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഇസ്ലാം മത വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണ്. അവന് യാതൊരു പിന്നെ പ്രത്യേകമായ സംവരണമില്ല. അതേസമയം ഒരു ദളിതനോ പിന്നെ അല്ലെങ്കിൽ ഒരു പിന്നോക്കക്കാരനോ ക്രിസ്തീയ മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവശ ക്രൈസ്തവനെന്നും ലത്തീൻ പിന്നെ ക്രിസ്തീയവനെന്നും പറഞ്ഞ് അവർക്ക് സംവരണമുണ്ട് പ്രത്യേകിച്ച്, അല്ലാതെ ആർക്കില്ല. പിന്നെ ഹിന്ദുവിന്റെ സംവരണം എന്ന് പറഞ്ഞ ആ പൊട്ടം പറയുന്നു, ഹിന്ദുവിന് സംവരണം എന്താണ്? ഈഴവൻ ഹിന്ദു അല്ലേ? സംവരണം ഇല്ലേ? ഈ ദളിതന്മാർക്ക് സംവരണം ഇല്ലേ? അവർ ഹിന്ദു അല്ലേ? അപ്പൊ അവരെ ഇന്ന് നിങ്ങൾ ഹിന്ദുവായിട്ട് കണക്കാക്കിയിട്ടില്ല. അവർ കണക്കാക്കുന്ന ഹിന്ദു എന്ന് പറയുന്നത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച്, ബ്രാഹ്മണന്മാരിപ്പോ ഇല്ല കേരളത്തിൽ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നായന്മാരാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഇത് തന്നെ എടുത്ത് നോക്കാം, മന്ത്രിസഭ 11 നായർ മന്ത്രിമാരുണ്ട്. കേരളത്തിലെ നായർ ശതമാനം എന്ന് പറഞ്ഞാൽ 11%. 11% നായർക്ക് 11 മന്ത്രിമാരുണ്ട്. ഇന്ത്യ മതേതര രാജ്യമാണ്, അല്ല മുസ്ലിം രാജ്യമാണ്. അപ്പൊ ജനങ്ങൾ ചിന്തിക്കണം. ഇത് ഞാൻ പറയുന്നതും കൂടെ ജനങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എങ്ങനെയാണ്? മുസ്ലിം 28% കേരളത്തിലുണ്ട്. മുസ്ലിമിന് എത്ര മന്ത്രിസ്ഥാനമുണ്ട്? ആരെങ്കിലും ബഹളം ഉണ്ടാക്കാൻ പോണ ഏതെങ്കിലും ഒരു മുസ്ലിം? 25 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിം മന്ത്രിയില്ല. ഏതെങ്കിലും മുസ്ലിം ബഹളം ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞു എല്ലാം പടച്ചവനില്ല അർപ്പിക്കും. രക്ഷിതാവ് ഞങ്ങൾ വിശ്വസിക്കുന്ന അതാണ്. പിന്നെ നബിയുടെ പടം വരയ്ക്കാൻ, നബി ദൈവമാണെന്ന്,
അപ്പൊ ഈ പൊട്ടൻ എന്ന് പറയുന്നത് നബി ആരാണ്? നബി എന്ന് പറയുന്നത് പ്രവാചകനാണ്. ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിച്ച പ്രവാചകനാണ്. അന്ധകാരത്തിൽ കിടന്ന അറേബ്യയിലെ ജനങ്ങളെ നേരായ മാർഗത്തിൽ കൊണ്ടുവന്ന ആളാണ് ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ. അല്ലാതെ ദൈവമല്ല. ദൈവത്തിന് അല്ലെങ്കിൽ തന്നെ ദൈവത്തിന് പടം എടുത്ത് വരയ്ക്കുന്ന നിങ്ങൾ. അപ്പോൾ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ വരയ്ക്കാം, നഗ്നരാക്കി വരയ്ക്കാം. ആര് വരയ്ക്കുന്നു? മുസ്ലിങ്ങൾ ആരെങ്കിലും ഹിന്ദുക്കളുടെ ദൈവങ്ങളെ നഗ്നരാക്കി വരയ്ക്കുന്ന? അത് അവരുടെ ജോലിയല്ല. വരയ്ക്കുന്നതെല്ലാം നിങ്ങൾ തന്നെയാണ്, ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കളുടെ ദൈവങ്ങളെ എവിടെയൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകമായ അവിടെയും ഇവിടെയൊക്കെ പൊക്കി വെച്ചൊക്കെ നിങ്ങൾ പടം വരയ്ക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ പടം വരച്ചിട്ടുണ്ടോ നഗ്നയാക്കിയിട്ട്? അതെങ്ങനെ നഗ്നയാക്കി വരയ്ക്കുക? അല്ലെങ്കിൽ തന്നെ ദൈവം എങ്ങനെയാ സ്ത്രീയാവും? ദൈവം എങ്ങനെ പുരുഷനാവും? ദൈവത്തിനെ കണ്ടത് ആര്? അപ്പൊ പറയുന്ന കള്ളത്തരത്തിന് മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രത്യേകമായ രൂപവും ഭാവവും ഇല്ല. ദൈവത്തിന് പ്രത്യേകമായ രൂപമോ ഭാവമോ ഇല്ല. ദൈവത്തിനെ കണ്ടവരാരുമില്ല. ഏത് രൂപത്തിൽ കണ്ടു? കണ്ടിട്ടില്ല. അപ്പൊ നബി എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ കാലത്ത് ഫോട്ടോ ഇല്ല. പ്രത്യേകിച്ച് അതായത് മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ജീസസ്, ഈസാ നബിയുടെ കാലത്തും ഫോട്ടോ ഇല്ല. അവര് ഒരു പടം വരച്ചു വയ്ക്കുന്നു, അതിനെ ആരാധിക്കുന്നു. അല്ലെ യേശു ക്രിസ്തുവാണെന്ന് പറയുന്നത്. അതേസമയം മുഹമ്മദ് നബി ആരും കണ്ടിട്ടില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ 200 വർഷം 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആരെങ്കിലും മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പടം വരയ്ക്കും? അപ്പോൾ പടത്തിലല്ലല്ലോ വിശ്വാസം. നമ്മൾ വിശ്വസിക്കുന്നത്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പറയുന്നത് പടത്തിലല്ല. മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ജനങ്ങളെ നേർമാർഗത്തിൽ നയിക്കാൻ വേണ്ടി വന്ന ആളാണ്. അത് മനുഷ്യകുലത്തിൽ ജനിച്ച ആൾ തന്നെയാണ്. മനുഷ്യന്മാരെയാണ് നബിമാർ, അതായത് പ്രവാചകന്മാരായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ഈ ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ആരാണ്? അവരൊക്കെ പ്രവാചകന്മാരാണ്. നിങ്ങൾ ദൈവം എന്ന് പറയുന്നെങ്കിൽ അവരെല്ലാം പ്രവാചകന്മാരാണ്. ലോകത്തിൽ അതായത് നേതാക്കന്മാരായി വന്ന് ജനങ്ങളെ നേർമാർഗത്തിൽ നയിച്ചവരാരോ അവരെല്ലാം പ്രവാചകന്മാരാണ്. ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒരുപാട് ദൈവങ്ങളൊന്നുമില്ല. ദൈവം ഒന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഹിന്ദു ദൈവം, മുസ്ലിം ദൈവം, ക്രിസ്ത്യൻ ദൈവം, യഹൂദ ദൈവം അങ്ങനെയൊന്നുമില്ല. ദൈവം ഒറ്റയെണ്ണം, ഒരെണ്ണേ ഉള്ളൂ. ഈ ഭൂമിയും ആകാശവും അതിൽ കാണുന്ന ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാം മനുഷ്യരെയും മൃഗങ്ങളെയും സസ്യജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതും നമുക്ക് വായു ഫ്രീ ആയിട്ട് തരുന്നതും വെള്ളം ഫ്രീ ആയിട്ട് തരുന്നതും എല്ലാം ഉണ്ടാക്കി ഈ മനുഷ്യകുലത്തിനും മൃഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കും എല്ലാം ജീവിക്കാൻ ആവശ്യമായ, നിലനിൽക്കാൻ ആവശ്യമായ എല്ലാം തരുന്നത് ആരാണ്? അതിനെ സൃഷ്ടിച്ചത് ആരാണ്? അതാണ് ദൈവം. അല്ല, ദൈവം കല്യാണം കഴിക്കില്ല, ദൈവം മക്കളെ ഉണ്ടാക്കില്ല, ദൈവം മരിക്കില്ല. അതാണ് മനസ്സിലാക്കാനുള്ളത്. നിങ്ങളിപ്പോൾ അമ്മയെന്ന് പറയുന്നത്, ഭൂമി അമ്മയാണെന്ന് പറയും. നദി, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു RSS പറയുന്നത് നദി അമ്മയാണെന്ന്, പശു അമ്മയാണെന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം അമ്മ ആര്? അപ്പൊ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ബുദ്ധി ഇല്ലാതായ മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ലാതായ എന്തും പറയും. മനുഷ്യ